മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 40 എന്നത് വെറും ഒരു സംഖ്യയല്ല, മറിച്ച് ജീവശാസ്ത്രപരമായ ഒരു വലിയ വഴിത്തിരിവായിട്ടാണ് ആധുനിക വൈദ്യശാസ്ത്രം വിലയിരുത്തുന്നത്. സാധാരണയായി നമ്മൾ കൊണ്ടു നടക്കുന്ന പല ശീലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശരീരത്തിന് കൂടുതൽ ശ്രദ്ധയും പരിചരണവും നൽകേണ്ട നിർണായകമായ കാലഘട്ടമാണിത്. സ്ത്രീകളിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ ഘട്ടത്തിൽ പുരുഷന്മാരുടെ ശരീരത്തിലും വലിയ തോതിലുള്ള ആന്തരിക മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ശരീരത്തിന്റെ മെറ്റബോളിസം അഥവാ ഉപാപചയ നിരക്ക് സാവധാനത്തിലാകുന്നതും ഹോർമോണുകളുടെ ഉൽപാദനത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതും ഈ പ്രായത്തിലാണ്. വർഷങ്ങളായി നമ്മൾ തുടർന്നു പോരുന്ന തെറ്റായ ജീവിതശൈലിയുടെ ആകെ തുക ശരീരത്തിൽ പ്രകടമായി തുടങ്ങുന്നതും ഈ നിശ്ചിത പ്രായപരിധിക്ക് ശേഷമാണ്. പലപ്പോഴും മിക്ക ഗുരുതര രോഗങ്ങളും പ്രാരംഭഘട്ടത്തിൽ യാതൊരുവിധ ബാഹ്യ ലക്ഷണങ്ങളും കാണിക്കാറില്ല എന്നതാണ് ഏറ്റവും അപകടകരമായ വസ്തുത. രോഗലക്ഷണങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് തന്നെയാണ് 40 ശേഷം പുരുഷന്മാർ കൃത്യമായ ആരോഗ്യ പരിശോധനകൾക്ക് വിധേയരാകണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർബന്ധം പിടിക്കുന്നത്. ഹൃദ്രോഗങ്ങളെ കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അത് പെട്ടെന്ന് ഒരു ദിവസം സംഭവിക്കുന്ന ഒന്നാണ് എന്നതാണ്. എന്നാൽ വർഷങ്ങളായി നമ്മുടെ ധമനികളിൽ കൊഴുപ്പും പ്ലേക്കും അടിഞ്ഞുകൂടി വികസിച്ചാണ് പലപ്പോഴും ഹൃദ്രോഗങ്ങൾ വില്ലനായി മാറുന്നത്. ലൈബ്രറി ഓഫ് മെഡിസിൻ പ്രസിദ്ധീകരിച്ച ഗവേഷണങ്ങൾ പ്രകാരം ഇന്ത്യയിലെ മുതിർന്നവരിൽ മരണത്തിന്റെ പ്രധാന കാരണമായി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന പുരുഷന്മാരിൽ 50 വയസ്സെത്തുമ്പോഴേക്കും ഹൃദയ സംബന്ധമായ ഫിറ്റ്നസ് നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. സ്ഥിതി വിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യക്കാർക്ക് പൊതുവെ ചെറുപ്രായത്തിൽ തന്നെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്നാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ഒരു സമ്പൂർണ്ണ ലിപിഡ് പ്രൊഫൈൽ ടെസ്റ്റ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ പരിശോധനയിലൂടെ ശരീരത്തിലെ മൊത്തം കൊളസ്ട്രോൾ, LDL അഥവാ ചീത്ത കൊളസ്ട്രോൾ, HDL എന്ന നല്ല കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡുകൾ എന്നിവ കൃത്യമായി അളക്കാൻ സാധിക്കുന്നു. പതിവ് രക്തസമ്മർദ്ദ പരിശോധനയ്ക്കൊപ്പം ഇത്തരം ടെസ്റ്റുകൾ ചെയ്യുന്നത് ഹൃദയാഘാതമോ പക്ഷാഘാതമോ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കും. ഇന്ത്യയെ ലോകത്തിന്റെ പ്രമേഹ തലസ്ഥാനം എന്നാണ് പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. ഉദാസീനമായ ജീവിതശൈലി, വർദ്ധിച്ചു വരുന്ന പൊണ്ണത്തടി, ക്രമരഹിതമായ ഭക്ഷണശീലങ്ങൾ, വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം ഇതിന് ആക്കം കൂട്ടുന്നു. രോഗലക്ഷണങ്ങൾ പുറത്തു കാണിക്കാതെ വർഷങ്ങളോളം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഉയർന്നു തന്നെ നിൽക്കാറുണ്ട്. അമിതമായ ദാഹം, വിട്ടുമാറാത്ത ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ ശരീരത്തിൽ ആന്തരികമായി വലിയ രീതിയിലുള്ള ഉപാപചയ നാശങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കും. 40കളിൽ എത്തുമ്പോൾ ശാരീരിക വ്യായാമക്കുറവും വയറിലെ കൊഴുപ്പ് വർദ്ധിക്കുന്നതും ഇൻസുലിൻ പ്രതിരോധത്തിലുള്ള പ്രധാന ട്രിഗറുകളായി പ്രവർത്തിക്കുന്നു. ഗ്ലൂക്കോസിന്റെ കൃത്യമായ അളവ് മനസ്സിലാക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നത് HbA1c പരിശോധനയാണ്. ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ പരിശോധനയിലൂടെ കഴിഞ്ഞ 2-3 മാസങ്ങളിലെ രക്തത്തിലെ പഞ്ചസാരയുടെ ശരാശരി അളവ് കൂടുതൽ വിശ്വസനീയമായി അറിയാൻ സാധിക്കും. പ്രീഡയബറ്റീസ് അഥവാ നേരത്തെ തിരിച്ചറിയുന്നത് ടൈപ്പ് 2 പ്രമേഹത്തിലേക്കുള്ള വഴി പൂർണ്ണമായി തടയുവാനോ വൈകിപ്പിക്കാനോ സഹായിക്കും. ഇതിനൊപ്പം തന്നെ പുരുഷന്മാർ പ്രായമാകുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന മാറ്റങ്ങളും ഗൗരവമായി കാണേണ്ടതുണ്ട്. ഈ മാറ്റങ്ങളിൽ പലതും നിരുപദ്രവകാരിയാണെങ്കിലും ചിലത് ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതരമായ അവസ്ഥകളെ സൂചിപ്പിക്കുന്നവയാണ്. ഡിജിറ്റൽ റെക്ടൽ പരിശോധനയ്ക്കൊപ്പം പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ പരിശോധനയും ഇതിനായി നടത്തേണ്ടതുണ്ട്. പ്രായമാകുന്നതോടെ ശരീരത്തിൽ വിറ്റാമിൻ D, വിറ്റാമിൻ B12 എന്നിവയുടെ കുറവ് വരുന്നത് സ്വാഭാവികമാണ്. വീടിനുള്ളിലും ഓഫീസിനുള്ളിലുമുള്ള ജീവിതശൈലി, അന്തരീക്ഷ മലിനീകരണം, ശരിയല്ലാത്ത ഭക്ഷണക്രമം എന്നിവയെല്ലാം വിറ്റാമിൻ ഡിയുടെ അളവ് കുറയ്ക്കും. സസ്യാഹാരം മാത്രം കഴിക്കുന്നവരിൽ വിറ്റാമിൻ B12 കുറയുവാനും സാധ്യത വളരെ കൂടുതലാണ്. ഈ വിറ്റാമിനുകളുടെ കുറവ് നിരന്തരമായ ക്ഷീണം, പേശികളിലെ ബലഹീനത, ചിന്തകളിലെ വ്യക്തതയില്ലായ്മ എന്നിവയ്ക്ക് കാരണമായേക്കാം. പലപ്പോഴും വാർദ്ധക്യം മൂലമുണ്ടാകുന്ന പൊതുവായ തളർച്ചയായി ഇതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അസ്ഥികളുടെയും നാഡീവ്യൂഹത്തിന്റെയും ആരോഗ്യത്തിനായി ഈ പരിശോധനകൾ മുടക്കാതിരിക്കണം. ശരീരത്തിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന 2 പ്രധാന അവയവങ്ങളാണ് കരളും വൃക്കയും. അവ ശരീരത്തിലെ മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്യുകയും പോഷകങ്ങൾ സംസ്കരിക്കുകയും ആന്തരിക സമതുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാലും ഈ അവയവങ്ങൾ പലപ്പോഴും പ്രവർത്തനം നിർത്താത്തത് കൊണ്ട് രോഗം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാറില്ല എന്നതാണ് സത്യം. കരളിന്റെ ആരോഗ്യം വിലയിരുത്താൻ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കിഡ്നിയുടെ പ്രവർത്തനക്ഷമത അറിയാൻ സെറം ക്രിയാറ്റിൻ, യൂറിക് ആസിഡ് എന്നിവ അളക്കുന്ന കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും അത്യാവശ്യമാണ്. മദ്യം കഴിക്കാത്തവരിൽ പോലും ഉണ്ടാകുന്ന ഫാറ്റി ലിവർ ഡിസീസ് കേസുകൾ അതിവേഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കരൾ ഉൾപ്പെടെയുള്ള
എൻസൈമുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നത് നിർണായകമാണ്. ലക്ഷണങ്ങൾക്കായി കാത്തുനിൽക്കാതെ മുൻകൂട്ടിയുള്ള ഈ ആരോഗ്യ പരിശോധനകളും അതോടൊപ്പം ലളിതമായ ചില ജീവിതശൈലി ക്രമീകരണങ്ങളും മാത്രമാണ് സുരക്ഷിതമായ ഒരു ഭാവി നമുക്ക് ഉറപ്പു നൽകുന്നത്. ദിവസേന കൃത്യമായ ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെടുക വഴി വയറിലെ കൊഴുപ്പ് കുറയ്ക്കുവാനും ഇൻസുലിൻ പ്രതിരോധം മെച്ചപ്പെടുത്തുവാനും സാധിക്കും. പ്രകൃതിദത്തമായ ഭക്ഷണ രീതികൾ ശീലമാക്കുകയും കൃത്യമായ ഇടവേളകളിൽ വിദഗ്ധ ഡോക്ടറുടെ സേവനം തേടി പരിശോധനകൾ നടത്തുകയും ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഈ ജീവശാസ്ത്രപരമായ മാറ്റങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുവാനും വലിയ അപകടങ്ങളിൽ നിന്ന് സ്വയം രക്ഷ നേടുവാനും ഈ വീഡിയോ മുഴുവനായി കാണുക. ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ ദയവായി മറ്റുള്ളവരിലേക്കും പങ്കുവച്ച് നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം മുൻകൂട്ടി സംരക്ഷിക്കുക.